ശബരിമലയിലെ മുതൽ കസ്റ്റഡി എന്ന് പറയുന്നത് ശമ്പളം കൊടുത്ത് അവിടെ തിരിക്കുന്ന ആൾക്കാണ്. എൻ്റെ കസ്റ്റഡിയിലൊരു സാധനം പുറത്തു പോകുന്നു, ഞാനറിയാതെ പുറത്തു പോയാൽ അത് പുറത്തു പോയതിന് അദ്ദേഹം പരാതിപ്പെടണം. ശ്രീ കെ എസ് ബൈജു പരാതിപ്പെട്ടില്ല. കെ എസ് ബൈജു എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിന് പരാതി ഇല്ലാത്തതിന് പ്രത്യേക കാരണമുണ്ട്. അവിടെ 2 ബൈജുമാരുണ്ട്, ജി ബൈജു ഉണ്ട്, കെ എസ് ബൈജു ഉണ്ട്. ഈ 2 ബൈജുമാരും തമ്മിൽ കൂട്ടുകച്ചവടമുണ്ട്. ഈ കെ എസ് ബൈജുവിനെ കുറിച്ച് നിങ്ങളാരും അറിയാത്തതിന് കാരണം എന്താണ്? അദ്ദേഹം കോൺഗ്രസ് സംഘടനക്കാരനാണ്. അതിൻ്റെ അറ്റത്തെങ്ങാനും CPM ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കിടക്കപ്രതി ഉണ്ടായിരുന്നു. ഇന്ന് മാധ്യമങ്ങൾക്കൊരു മൗനമാണ്. പ്രതിപക്ഷത്തിന് ബഹളമില്ലേ? എന്താ ബഹളം ഇല്ലാത്തത്? നിന്റെ വെടി ഞാൻ കുറെ കേട്ടതല്ലേടാ. അതിൻ്റെ ഇടയ്ക്കൊരാളുണ്ട്, ഒരു അനിതയുടെ പേര് ഒരു മാധ്യമങ്ങളിലും ഇല്ല. കാരണം ബോർഡിന്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച ആളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അനിതയ്ക്കും രാഷ്ട്രീയമുണ്ട്. അല്ല, ജയശ്രീ അല്ലേ? അനിതയൊന്നും ഇടതുപക്ഷം അല്ലാത്തതുകൊണ്ടല്ല ഇപ്പോൾ വല്ലാത്ത നിരാശ. അതുകൊണ്ട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് പിടിക്കും, മൊത്ത ആളെ പിടിക്കും. അല്ലല്ല, സെക്രട്ടറി 2019 ബോർഡിന്റെ സെക്രട്ടറി ജയശ്രീ അല്ലേ, ശ്രീ അനിൽകുമാർ? അതല്ല ഉദ്ദേശം. അതെ, ജയശ്രീയാണ്. ജയശ്രീ ഉത്തരവാദി എന്നല്ല ഞാൻ പറഞ്ഞത്. അല്ല, ഏതോ അനിതയുടെ അനുവാദം കൊടുത്തിട്ടുണ്ട്. ജയശ്രീ ഏതോ അനിതയുടെ പേര് ജയശ്രീയാണ്. ജയശ്രീ, ഓ സോറി, യു ആർ കറക്റ്റ്. നിങ്ങളാണ് കറക്റ്റ്. ഞാൻ ഈ പേരൊന്നും ഓർക്കേണ്ട ഒരു കാര്യം എനിക്കില്ലല്ലോ. അത് വഴിയേ അറിഞ്ഞോളൂ. അനിൽകുമാർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നടന്നിട്ടുള്ള ചർച്ചയിലൊക്കെ ഒന്ന് എടുത്ത് വായിച്ചു ഒന്ന് കേൾക്കണം. എത്രമാത്രം വൈരുദ്ധ്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ്സിലുള്ളത് നോക്കണം. ആദ്യം ഇത് സ്വർണ്ണമാണെന്ന് ആരാണ് പറഞ്ഞത്? ഒരു ചർച്ചയിൽ നിന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നോട് തന്നെയാണ്. എന്തായാലും കൊള്ള നടന്നിരിക്കുന്നു വളരെ കൃത്യമായിട്ട് മനസ്സിലായി. ഇനിയിപ്പോൾ കൊള്ളക്കാരൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്നാണല്ലോ പറയുന്നത്. അതിനു മുമ്പ് ഏതോ ബൈജുവിന്റെയും ജയശ്രീയുടെ കാര്യമൊക്കെ പറയും. അനിൽകുമാർ പരസ്യമായിട്ട് സമ്മതിക്കുകയാണ് ഇവരൊക്കെ രാഷ്ട്രീയ നയമനം നടത്തിയിരുന്ന അനന്തഗോപനും അതുപോലെ തന്നെ പത്മകുമാറും പ്രശാന്തും ഒക്കെ ഒരു പുണ്ണാക്കിനും കൊള്ളൂല്ലാത്തവന്മാരാണ്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇക്കണക്കിന് നാളെ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം തിരുത്തി കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അവിടെ നിന്ന് പറയുമല്ലോ, അതായത് അത് ഏതോ കോൺഗ്രസ്സുകാരനോട് തിരുത്തിയാന്ന്. എന്തൊരു ഉളുപ്പില്ലായ്മ വേണം ഇത്തരത്തിലൊക്കെ പറയാൻ. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്.